പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 3. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി എക്സ് സ്ക്വയർ വരുന്നതുണ്ടോ? നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ച ഇത്രയായിരുന്നു. ഇപ്പൊ എന്താ എക്സ് സ്ക്വയർ ചേരുമ്പോഴാണ് ഏത് ഡിഗ്രി ആവുന്നത്? സെക്കൻഡ്. അപ്പൊ നോക്കിയാൽ മറ്റൊന്ന് നോക്കിക്കേ, പി ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 5. ഇത് മറ്റൊരു സെക്കൻഡ് ഡിഗ്രി എന്താണ് മോനെ? പോളിനോമിയലാണ്. നമുക്കിപ്പൊ പഠിക്കാനുള്ളത് ഒരു ഗ്രാഫ് തരും. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ എന്ത് തരും? ഗ്രാഫ്. അതെപ്പോഴും ഒരു കർവി ഷേപ്പ് ആയിരിക്കും, മീൻസ് വളഞ്ഞതായിരിക്കും, സ്ട്രെയിറ്റ് അല്ല. സ്ട്രെയിറ്റ് വരുന്നത് വെറി എക്സിൽ വരുമ്പോൾ മാത്രമേ സ്ട്രെയിറ്റ് വരത്തുള്ളൂ. ഇതുണ്ടാകരുത്. കണ്ടോ, എക്സ് പ്ലസ് 3 ഇങ്ങനെയൊക്കെ ഉള്ളതിന് സ്ട്രെയിറ്റ് ആ. എക്സ് സ്ക്വയർ ചേർന്നാൽ പിന്നെ അത് സ്ട്രെയിറ്റ് ആവില്ല, വളയും. ഓക്കെ, അപ്പൊ ആ വളഞ്ഞ ഒരു ഗ്രാഫ് തന്നാൽ അതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഗ്രാഫ് വരപ്പിക്കുക. നിങ്ങളെ കണ്ടോ, ചെറുത്. ഒന്നാമത് രണ്ടത്. ഇപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ടാബുലർ കോളം ആവശ്യമുണ്ട്. ടാബുലർ കോളം എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ടാബുലർ കോളം. അപ്പൊ അവിടെ നമുക്ക് ഒരു -2, -1, 0, 1, 2 ഇത്രയുമേ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. -2 തൊട്ട് +2 വരെ. ഓക്കെ, ആദ്യം ഞാൻ ഇത് എക്സ്, ഇതാരാ മോനെ? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ആരുടെ വാല്യൂ ആണ് മോനെ? y. അപ്പം എക്സിന്റെ വാല്യൂ -2 ആവുന്നു, എക്സിന്റെ വാല്യൂ -1 ആവുന്നു, 0 ആവുന്നു, 1 ആവുന്നു, 2 ആവുന്നു. അതിനനുസരിച്ച് വൈയുടെ വാല്യൂസുകൾ ഏതൊക്കെ കിട്ടുമെന്ന് ഞാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണം. എക്സിന്റെ സ്ഥാനത്ത് ആദ്യം ആരാ? -2. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ആൻസർ വരുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ എത്ര വരും? -2 the whole square. What is -2 the whole square? +4. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടി, -2, 4. ഫസ്റ്റ് പോയിന്റ്. അടുത്തത് -1 കൊടുക്കുമ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കുമ്പോൾ -1 the whole square is ആരാമനെ? 1. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് -1, 1. ഓക്കെ, അടുത്തത് 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും മോനെ? 0 സ്ക്വയർ. അതാരെയാ? 0. അപ്പൊ നമുക്ക് ആരെയാ കിട്ടുന്നത്? 0, 0. അടുത്ത 1 കൊടുക്കുമ്പോൾ എത്ര കിട്ടും മോനെ? 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് 1, 1. അടുത്ത പിന്നെ 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ. വാട്ട് ഈസ് 2 സ്ക്വയർ? 4. അപ്പൊ ആൻസർ ആരാ? 2, 4. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന പോയിന്റ്സുകൾ. ഇത് നമ്മൾ ഗ്രാഫായിട്ട് വരയ്ക്കുമ്പോൾ ഓക്കെ ആവും. ശ്രദ്ധിച്ചിരിക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് എക്സ്, ഇതാരാ മോനെ? വൈ. ഇവിടെ നമ്മൾ 1, 2, 3, -1, -2, -3, 1, 2, 3, 4, 1, 2, 3, 4, 5 ഇങ്ങനെ പോവാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ പോയിന്റ് മാർക്ക് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് ആരാ മോനെ? -2, 4. നിങ്ങൾ എവിടെ -2, 4 എന്നുള്ളത് എങ്ങനെയാണെന്ന് ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് എവിടെയായിരിക്കുമെന്ന്? -2, 4ന്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചേ. -2 ഇവിടെയാണ്. -2 ആദ്യം വരേണ്ടത്. ഇവിടുന്ന് ആയിരിക്കണം ആദ്യത്തെ നമ്പർ, ഇവിടുന്ന് ആയിരിക്കണം രണ്ടാമത്തെ നമ്പർ. ഓക്കെ, അപ്പൊ -2, 4 എവിടെയായിരിക്കും മോനെ? എക്സ് ആക്സിസ് -2 എടുത്തു ഉണ്ടോ? വൈ എത്ര മോനെ? 4. മണ്ടക്കോട്ട് നേരെ ചെന്ന് 4ന് ചേർന്ന് ഉണ്ടോ? ഇതാണ് -2, ആരാ? 4. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് പോയിന്റ് വരുമ്പോൾ -1, 1 രണ്ട് ഇവിടെ വരും. ഇതാണ് -1, 1. മൂന്നാമത്തെ പോയിന്റ് 0, 0 രണ്ട്. ഇതാണ് 0, 0 കേട്ടോ. 0, 0. അടുത്തത് 1, 1 ഇവിടെ വരും. ഇവിടാണ് 1, 1 എന്ന് പറയുന്ന പോയിന്റ്. 1, 1. 2, 4 ഇവിടുന്ന് 2 മണ്ടയ്ക്കോട്ട് എന്നിട്ട് 4. ഇതാണ് 2, 4. അപ്പൊ ഈ പോയിന്റുകളെല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇത് ഞാൻ ഒന്ന്
വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെ വരയ്ക്കുന്ന നോക്കണേ. ഇവിടെ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കേട്ടോ, സ്കെയിൽ ഒന്ന് യൂസ് ചെയ്യല്. ഇതാണ് നമ്മുടെ ഗ്രാഫ് ഉണ്ടല്ലോ. ഇങ്ങനെ വളഞ്ഞ ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് കോൾഡ് പരാബോള. പരാബോള. ഒരു മുട്ട എടുത്തിട്ട് മുറിച്ചാൽ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുന്നത്, അതാണ് പരാബോള കേട്ടോ. ഇതാണ് കിട്ടുന്നത്. ഇതാണ് നമ്മളിപ്പോ ഏത് ഗ്രാഫാണ് വരച്ചത്? പി ഓഫ് എക്സ് ഈക്വൽ എത്രയാണ്? എക്സ് സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മൾ എല്ലാവരും കൊണ്ട് നന്നായിട്ട് വരച്ചെടുത്ത്. ഇത് ഫുള്ള് ഈ ക്വസ്റ്റ്യന്റെ ഗ്രാഫ് തന്നിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാനാ. പോളിനോമിയൽ ഗ്രാഫിനെ തന്നിട്ട് ഇക്വേഷൻ ഓർ പോളിനോമിയലിനെ കണ്ടുപിടിക്കാനാ. നമ്മളിപ്പോൾ ഇത് പഠിച്ചത് അങ്ങനെയല്ല. പോളിനോമിയലിനെ തന്നു, ഗ്രാഫ് വരച്ചു. ഇനി ഗ്രാഫിനെ തന്നാൽ തിരിച്ചാരെ കണ്ടുപിടിക്കണം? പോളിനോമിയലിനെ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോ എന്താ പോളിനോമിയലിനെ കണ്ടുപിടിക്കുമ്പോ എന്താ തുടങ്ങിയതെന്ന് പറഞ്ഞേ. കഴിഞ്ഞ ദിവസം പോളിനോമിയലിനെ കണ്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ആരെന്നാ തുടങ്ങിയത്? എ എക്സ് പ്ലസ് ബി. അത് നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ആയിരുന്നു. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട പോളിനോമിയൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഓക്കെ, ഇതാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ എ കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം, സി കണ്ടുപിടിക്കണം. മറ്റേടത്ത് എയും ബിയും മാത്രം മതിയായിരുന്നു. ഇവിടെ എത്ര പേരെയാണ്? 3 പേര്. ഇനി ഈ 3 പേരെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ഇതിനകത്തുണ്ട്. 3 പോയിന്റ്സുകളിൽ ഇത് മുട്ടിയിട്ടുണ്ട്. വേണ്ട, ഇവിടെ മുട്ടിയിരിക്കുന്നുണ്ടോ മോനെ? ഇവിടെ മുട്ടിയിരിക്കുന്നുണ്ടോ? ഇവിടെ എന്തുണ്ട്? മുട്ടിയിട്ടുണ്ട്. ഈ 3 പോയിന്റ്സിന് മുട്ടും. മറ്റേത് 2 പോയിന്റ്സ് ഉള്ളതായിരുന്നു. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 പേരെ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട്, എയും ബിയും സിയും ഉള്ളത് കൊണ്ടാണ് എത്ര അടുത്ത് മുട്ടിയേക്കുന്നത്? 3 അടുത്ത്. ഇത് വൈ ആക്സിസ് ഞാൻ മുട്ടിയത് ഇല്ലയോ? ഇല്ലേ? അപ്പൊ ഈ പോയിന്റ് എങ്ങനെയാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്? ഈ വൈ ആക്സിസ് ആകുമ്പോൾ ഇത് എങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്? 0, 6. ആരാ വൈ ആക്സിസിലാകുമ്പോൾ എങ്ങനെ തുടങ്ങേണ്ടത്? 0, ഈ നമ്പറാണ്. ഇതപ്പോ ഈ പോയിന്റ് എത്ര ആയിരിക്കും? ഈ പോയിന്റ് എത്ര? 20. ഈ പോയിന്റ് എത്ര മോനെ? 30. ആണോ? എക്സ് ആക്സിസിലാകുമ്പോൾ ആ എക്സ് ആക്സിലെ നമ്പർ 0. അടുത്തത് 3 ആകുമ്പോൾ 3, 0. ഇവിടെ ആകുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? 0, മനസ്സിലായി? ഇതൊക്കെ പഠിച്ചിരിക്കണം. വീട്ടിൽ ചെന്നിരുന്ന് മെനക്കിട്ട് പഠിക്കണം. ഇതൊക്കെ ഓരോരുത്തർക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്ന ഒത്തിരി പേരുണ്ട്. ഇത് കണ്ടു, ഓക്കെ, എനിക്ക് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ എത്താൻ വേണ്ടി എത്ര സമയം വേണോ നിങ്ങൾ അതിന് ചെലവഴിക്കണം. എനിക്ക് പഠിച്ചെടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യം. അതിന് ടൈം ഞാൻ എന്തുമാത്രം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ തുടങ്ങുന്നത് 0,6-നാണ്. അങ്ങനെ ഏതിനാണ് തുടങ്ങുന്നത്? 0,6 എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ ആരെന്ന് എടുക്കുക? 0 എന്ന് എടുക്കുക. ഈക്വൽ ടു ആരെന്ന് എടുക്കണം? 6. നോക്കണേ, എക്സ് ഈക്വൽ 0 നോക്കണം എല്ലാവരും. ഈ എക്സ് കാണുന്ന പ്ലേസിൽ നിങ്ങൾ ആരെ കൊടുക്കണം മോനെ? 0. അപ്പൊ എങ്ങനെ വരും? a × 0 സ്ക്വയർ പ്ലസ് ബി × 0 പ്ലസ് സി ഈക്വൽ ടു ആരെന്നാ മോനെ? 6. ഈക്വൽ ടു എത്ര മോനെ? 6. ദാറ്റ് ഈസ് a × 0 സ്ക്വയർ, അതാരാ മോനെ? 0. b × 0 മോനെ? 0 പ്ലസ് സി ഈക്വൽ എത്ര? 6. ഇത് രണ്ടും 0 ആയിക്കൊണ്ട് സി ഈക്വൽ എത്ര കിട്ടി മോനെ? 6. അപ്പൊ നമുക്ക് സി കിട്ടി, എളുപ്പം സി കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പോയിന്റ്. അപ്പൊ നിങ്ങൾ തുടങ്ങുമ്പോൾ ഏത് ആക്സിസിലോ തുടങ്ങുക? വൈ ആക്സിലോ തുടങ്ങുക. അപ്പൊ ഈസി ആവും. അത് എപ്പോഴും തുടങ്ങാവുള്ളൂ കേട്ടോ. ഇനി എക്സ് ആക്സിലെ ഫസ്റ്റ് പോയിന്റ് ആരാ? 2, 0 ആരാ? 30. ഞാൻ 30 എടുക്കുകയാണെ വലിയ നമ്പർ 30 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സിന് ആരെയാ കൊടുക്കേണ്ടത്? ഏത് നമ്പർ കൊടുക്കേണ്ടത്? 3. എക്സിന് 3 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒന്ന് പറഞ്ഞേ മോനെ, എക്സ് കാണുന്നിടത്തൊന്ന് 3 കൊടുത്തേ. a × 3 സ്ക്വയർ പ്ലസ് ബി × 3 പ്ലസ് സി ഈക്വൽ എത്ര? 0. ഈക്വൽ എത്ര? 0. ഈക്വൽ 0 ആണോ? ഇവിടെ 6 ആയിരുന്നു, അതുകൊണ്ട് ഈക്വൽ 6. ഇത് 0 ആയിരുന്നു, അതുകൊണ്ട് ഈക്വൽ എത്ര മോനെ? 0. ഒന്ന് പറഞ്ഞേ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേ. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാൻ ഇവിടെ നോക്കി. ഇതെത്ര? 9. എന്തുകൊണ്ടാ? 3 സ്ക്വയർ ഈസ്
3 സ്ക്വയർ എത്ര 9. 9 into a 9a. അടുത്തത് 3b പ്ലസ് സി എത്ര കിട്ടി 6. അപ്പൊ ഈക്വൽ എത്ര 0. സി കാരെ കൊടുത്ത് എഴുതണം 6. അപ്പൊ എന്ത് കിട്ടി 9a പ്ലസ് 3b പ്ലസ് 6 ഈക്വൽ 0. അവിടുന്ന് 9a പ്ലസ് 3b ഈക്വൽ ടു ആരെന്ന് കിട്ടും -6. പ്ലസ് 6 അല്ല ആരാ ഈ പ്ലസ് 6 അപ്പുറത്ത് പോകുമ്പോൾ ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ -6. ഇതിനെല്ലാം ആരും കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടാം. എന്തുകൊണ്ടാ 9നെ 3 കൊണ്ട് വെട്ടാം, 3നെയും 3 കൊണ്ട് വെട്ടാം, 6നെയും 3 കൊണ്ട് വെട്ടാം. എല്ലാത്തിനെയും ഒരേ നമ്പർ കൊണ്ട് വെട്ടാം. ഏത് നമ്പർ കൊണ്ട് വെട്ടാം മോനെ 3 കൊണ്ട് വെട്ടാം. ഓക്കെ, ഒന്ന് വെട്ടി പറഞ്ഞേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞേ. ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞേ. 3 കൊണ്ട് ഡിവൈഡ് എന്ന് പറഞ്ഞേ. 3നെ 3 കൊണ്ട് ഹരിച്ച് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും 3a 1 3/3 1 1b എന്ന് പറയുമ്പോൾ വെറും ബി മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ്. ഓക്കെ ആയില്ലയോ? അങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഒരു ഇക്വേഷൻ കിട്ടിയതേ ഉള്ളൂ, ആയില്ല. ഇനി പിന്നെ നമ്മൾ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ മോനെ. ആരാ മോനെ അടുത്തത്? അടുത്ത ഏത് പോയിന്റാ? ഏത് പോയിന്റാ? ഒരു പോയിന്റ് ഇവിടെ പറ. ഉണ്ടല്ലോ 2 തുടങ്ങണം. 2 തുടങ്ങുമ്പോൾ എന്താ കിട്ടും നോക്കിക്കേ. പറഞ്ഞേ എക്സിനാരെ മോനെ കൊടുക്കേണ്ടത് അപ്പോൾ 2. ഓക്കെ, പറഞ്ഞോ. ഇവിടെ പിന്നെയും കൊടുക്കേണ്ടത് ഇവിടെ പറഞ്ഞോ. a into 2 square plus b into 2 plus c ഈക്വൽ എത്ര 0. പഠിച്ചോളൂ, ഓരോ പ്രോബ്ലം വരുമ്പോഴും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് പറ. 4a plus 2b plus 6 ഈക്വൽ ടു 0. അവിടെയും 6നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 4a plus 2b ഈക്വൽ ടു എത്ര മോനെ -6. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടവർക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡിങ് ബൈ ആരാ 2. പറഞ്ഞോ. 2a plus b ഈക്വൽ എത്ര -3. ഇക്വേഷൻ പറയാനായി 2. ഇപ്പൊ നമ്മുടെ 2 ഇക്വേഷൻ ആയില്ലേ മോനെ? ഇത് നമ്മുടെ പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലയോ? 2 ഇക്വേഷൻ അടുപ്പിച്ച് എഴുതിയാൽ എയും ബി എക്സ് വൈ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലയോ? അതേപോലെ ഈ 2 ഇക്വേഷൻസുകളെ അടുപ്പിച്ച് എഴുതി അവിടുത്തെ എയും കണ്ടുപിടിക്കണം, ബിയും കണ്ടുപിടിക്കണം. ഇത്രയും ചെയ്തിട്ട് നിങ്ങളൊന്ന് എളുപ്പം നോക്കിക്കേ. ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ അടുത്തത് ഈ 2 ഇക്വേഷൻസുകളെ നമ്മൾ അടുപ്പിച്ച് എഴുതി എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. നോക്കണം. ഫസ്റ്റ് ആരമനെ 3a plus b ഈക്വൽ എത്ര -2. അടുത്ത എത്രയാണ് 2a plus b ഈക്വൽ എത്രയാണ് -3. നോക്കിയിരിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 ഇക്വേഷൻസുകളെ അടുപ്പിച്ച് കിട്ടിയാൽ നമ്മുടെ ജോലി ഈ എയുടെ കൂടെയുള്ള നമ്പേഴ്സുകൾ സെയിം ആണോ അല്ലെങ്കിൽ ബിയുടെ കൂടെയുള്ള നമ്പേഴ്സുകൾ സെയിം ആണോ? ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ചോദിക്കും. എയുടെ കൂടെയുള്ള നമ്പേഴ്സുകൾ സെയിം ആണോ? ബിയുടെ കൂടെയുള്ള നമ്പേഴ്സുകൾ സെയിം ആണോ? ഇവിടെ ആരുടെ കൂടെയുള്ള നമ്പേഴ്സ് സെയിം ഉണ്ട് അല്ലെങ്കിൽ സെയിം? എയുടെ സെയിം ആണോ? അല്ല. പക്ഷെ ബിയുടെ എന്താണ് സെയിം ഉണ്ടോ? ഇത് 3 സെയിം അല്ല. പക്ഷെ ഇവിടെ വെറും ബി എന്ന് പറഞ്ഞാൽ 1b. ഇത് എത്ര 1b എന്നാ. അപ്പൊ സെയിം ആണ്. സെയിം ആയ ആളെ വെച്ചോണ്ടാ മുന്നോട്ട് പോകേണ്ടത്. സെയിം ആവാത്ത ആളെ വെച്ചോണ്ട് കാര്യമില്ല. സെയിം ആയ ആൾ. ഇത് രണ്ടിന്റെ സൈനും സെയിം അല്ലേ? പ്ലസ് പ്ലസ് അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറയ്ക്കണം. എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇതിപ്പോ ഡിഫറെന്റ് സൈൻ ആയിരുന്നുവെങ്കിൽ പ്ലസ് ചെയ്യണം. അപ്പം പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്നറിയാൻ അവിടുത്തെ സൈൻ നോക്കിയാൽ മതി. ഇത് രണ്ടും ഒരേ സൈനാ. പ്ലസ്സുകളാണെങ്കിൽ മൈനസ് ചെയ്യണം. അല്ലാതെ ഇത് പ്ലസും ഇത് മൈനസും ആണെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ മൈനസ് ചെയ്യാൻ പോവാ. നോക്കിക്കോണം. ഇതെന്ന് പറഞ്ഞേ, ഇടത്തെ സൈഡ് ഒന്ന് മൈനസ് ചെയ്ത് പറഞ്ഞേ. 3a മൈനസ് പ്ലസ് അല്ല 3a മൈനസ് 2a. അപ്പൊ എത്ര വരും? എത്ര? 3 പപ്സ് മൈനസ് 2 പപ്സ്. എത്ര പപ്സ് ബാക്കി ഉണ്ടാവും? 1 പപ്സ്. ഇവിടെ പപ്സ് ഇല്ല, എ ഉണ്ട്. അപ്പം 1 a. 1b മൈനസ് 1b 0. 1 പപ്സിൽ നിന്നും 1 പപ്സം കുറച്ചു. പിന്നെ പപ്സ് അവിടെ ഉണ്ടോ? ഇല്ല, 0. അപ്പൊ അത് വെട്ടിപ്പോയി. ഇതെന്ന് പറയാമോ? ഇതെത്ര കിട്ടുമെന്ന് പറയാമോ? ആൻസർ എത്ര? എനിക്ക്
മൈനസ് എത്ര 1. ആരാ 1 പറഞ്ഞ? എങ്ങനെ കിട്ടാ 1? ആ നോക്കിക്കോ, ഇതൊന്ന് വായിച്ചേ. -2 -3 അല്ല, -3. അപ്പൊ 2 മൈനസിന് എടുക്കുമെന്നില്ലയോ? ഇങ്ങനെ -2 -3 -2 +3. ആൻസർ ആരാ മോനെ? 1. അപ്പൊ 1 എന്നുള്ളത് അപ്പൊ ഏത് റേറ്റ് മോനെ? 1. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതാം. ഏത് ഇക്വേഷൻ വേണം? ഫസ്റ്റ് ഇക്വേഷൻ വേണോ സെക്കൻഡ് ഇക്വേഷൻ വേണോ? സെക്കൻഡ് മതിയോ? ഏത് ഇക്വേഷൻ? ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ. 2a + b = എത്ര മോനെ? -3. അവിടെ എക്ക് ആരെ കൊടുക്കണം? 1. അപ്പൊ എങ്ങനെ വരും? 2 × 1 + b = -3. ദാറ്റ് ഈസ് 2 + b = എത്ര? -3. അവിടുന്ന് b വേണമെങ്കിൽ ഈ +2 അപ്പുറത്ത് ഓൾറെഡി ആരുണ്ട്? -3 ഉണ്ട്. ഈ +2 അപ്പുറത്ത് ചെല്ലുമ്പോ എന്താവും? -2. ആൻസർ ആരെ കിട്ടും? ആരാ ആൻസർ? -5. ആൻസർ ആരാ? -3 and -2 both are negative. Therefore adding these two we get -5. Okay. അപ്പൊ ഇപ്പൊ നമ്മുടെ ആരൊക്കെയായി മോനെ? നേരത്തെ ആരെ കിട്ടി? C. ഇപ്പൊ ആരെ കിട്ടി? A. ഇപ്പൊ ആരും കിട്ടി? എല്ലാം കിട്ടിയെങ്കിൽ നമ്മുടെ P of x = ax² + bx + c. എക്ക് ആരാ? 1. അപ്പൊ എത്ര? 1x² + ബിക്ക് എത്ര കിട്ടിയത്? അതുകൊണ്ട് ഈ പ്ലസ് മാറ്റി എന്താക്കണം? -5x കേട്ടോ. ബിക്ക് പോസിറ്റീവ് അല്ല, നെഗറ്റീവാ. സിക്ക് എത്ര? 6. തീർന്നു. ഇതാണ് അവർ ചോദിച്ച പോളിനോമിയൽ. ഇത്രയും ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി സമയം വേണം. അത്ര ഈസി ഒന്നുമല്ല. എളുപ്പം കംപ്ലീറ്റ് ചെയ്തേ.